ങ്ങൾക്ക് അല്ലെങ്കിൽ ഘടകപൂരത്തിന്റെ ചടങ്ങുകൾക്ക് ഇന്ന് കൊടിയേറുകയും ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളാണ് സൂരജ് നൽകുന്നത്. സൂരജ്, ഘടകപൂരങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്, അതിൻ്റെ കൊടിയേറ്റം നടന്നിരിക്കുന്നു. നേരത്തെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ദേവസ്വങ്ങൾ മുന്നോട്ട് വെച്ച ആശങ്ക ഈ പുതിയ സർക്കുലർ അത് തിരുത്തുന്നതോടെ പരിഹരിക്കപ്പെടും. അപ്പോൾ പൂരം അതിൻ്റെ എല്ലാ ആഘോഷ നിറവോടെയും ഇത്തവണ ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം അല്ലേ? തൃശൂർ പൂരത്തിന്റെ ആശങ്കകൾ അകന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നു. ഈ ദേവസ്വം അധികൃതരുമായെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് രാവിലെ തുടങ്ങി വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ മന്ത്രിതലത്തിലുണ്ടായ ഇടപെടൽ അത് പൂരം നടത്തിപ്പിൽ വലിയ ആശ്വാസം നൽകുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പാറമേക്കാവ് ദേവസ്വത്തിലാണ്. പാറമേക്കാവിൽ ഈ കൊടിയേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള എഴുന്നള്ളത്താണ്. അത് ഇതിനി വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്താണ്. ഇപ്പോൾ പാറമേക്കാവും അതുപോലെ തന്നെ തിരുവമ്പാടിയിലും അല്പസമയം മുമ്പാണ് കൊടിയേറ്റ് നടന്നത്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരത്തിന്റെ ആവേശത്തിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാ മേഖലയിലേക്കും, അതായത് 19-ാം തീയതിയാണ് തൃശ്ശൂർ പൂരം. അതുവരെ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇനിയുള്ള ദിനരാത്രങ്ങളെല്ലാം തന്നെ ആഘോഷത്തിലാണ്. വലിയ ആവേശം നമുക്ക് ഈ സമയത്തും കാണാം. കാരണം ഈ തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ഈ കൊടിയേറ്റം തുടങ്ങി അങ്ങോട്ട് തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളിലും വലിയ ആവേശത്തോടു കൂടി തൃശ്ശൂരുകാർ പങ്കെടുക്കും. അത് തന്നെയാണ് ഈ ഉച്ചവെയിലും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ പാറമേക്കാവിന് മുന്നിലും നൂറുകണക്കിന് ആളുകളാണ് ഈ കൊടിയേറ്റ് കാണാൻ വേണ്ടി രാവിലെ എത്തിയതാണ്. പുലർച്ചെ മുതൽ ക്ഷേത്ര ദർശനം നടത്തി അതിനുശേഷമുള്ള ഒരു ചെറുപൂരമാണ്, അതായത് കൊടിയേറ്റിന് ശേഷമുള്ള പൂരമാണ് ഇത്. ആറാട്ടോടു കൂടിയാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് മടങ്ങിയെത്തുക. അങ്ങനെ തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാ തലത്തിലുള്ള ആവേശത്തിലേക്കും തൃശ്ശൂർ കടന്നിരിക്കുന്നു. ആശങ്കകൾ ഒഴിഞ്ഞു എന്നുള്ളതാണ് ദേവസ്വം അധികൃതർ ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും തനിമ ചോരാതെ പുതുമയോടുകൂടി ഇക്കൊല്ലവും തൃശ്ശൂർ പൂരം വലിയ കെങ്കേമത്തോടു കൂടി നടത്തും എന്നുള്ളതാണ് ദേവസ്വം അധികൃതരും വ്യക്തമാക്കുന്നത്. തൃശ്ശൂർ പൂര ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറിയിരിക്കുകയാണ്. അതിനുശേഷമുള്ള ആഘോഷ പരിപാടികളാണ് അവിടെ നടക്കുന്നത്. നേരത്തെ ആ സർക്കുലർ തിരുത്തും എന്ന് സർക്കാർ വനം വകുപ്പ് അറിയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആഘോഷത്തോടെയും എല്ലാ നിറവോടെയും എല്ലാ തികവോടെയും ഇത്തവണ തൃശ്ശൂർ പൂരം കൊണ്ടാടും എന്ന് എല്ലാ ദേവസ്വങ്ങളും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.